വിശദമായ വാർത്തകളിലേക്ക്. ഡൽഹിയിൽ മങ്കി പോക്സ് സ്ഥിരീകരിച്ചു. രാജ്യത്തെ ആദ്യ എംപോക്സ് കേസാണ് ഡൽഹിയിലേത്. വിദേശത്ത് നിന്നെത്തിയ രാജ്യത്തേക്കെത്തിയ യുവാവിനാണ് രോഗം സ്ഥിരീകരിച്ചത്. വിവരങ്ങൾ നൽകാൻ എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, രാജ്യത്ത് ആദ്യത്തെ എംപോക്സ് കേസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യത്തു നിന്നും വന്ന യുവാവിനാണ് ഈ എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന് നേരത്തെ ഈ മങ്കി പോക്സിൻ്റെ ലക്ഷണങ്ങൾ കണ്ടതിനാൽ തന്നെ അദ്ദേഹത്തെ നേരത്തെ തന്നെ ക്വാറന്റൈൻ ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ പൂന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ലാബിൽ നിന്ന് ലഭിച്ച പരിശോധനാ ഫലത്തിൽ നിന്നുമാണ് അദ്ദേഹത്തിന് എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഇദ്ദേഹവുമായി സമ്പർക്കം പുലർത്തിയ മുഴുവൻ ആൾക്കാരെയും ഇപ്പോൾ ക്വാറന്റൈൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അവർക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു തരത്തിലുള്ള ഭയത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഭീതിയുടെയോ സാഹചര്യം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ രാജ്യത്ത് ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യം സന്ദർശിച്ച് വന്ന വ്യക്തിക്കാണ് ഇപ്പോൾ ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത് ക്ലേഡ് 2 വിഭാഗത്തിൽപ്പെടുന്ന എംപോക്സ് ആണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് താരതമ്യേനെ വളരെ അല്ലെങ്കിൽ കൂടുതൽ അക്രമകാരിയല്ല, അല്ലെങ്കിൽ അത് കൂടുതൽ ശരീരത്തെ ബാധിക്കില്ല, ആരോഗ്യത്തെ ബാധിക്കില്ല എന്നുള്ള കാര്യമാണ് വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ക്ലേഡ് 1 അത്തരത്തിലുള്ളതല്ല, വളരെ അപകടകാരിയായ വൈറസാണ്. അതിനാൽ ഇപ്പോൾ രാജ്യത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നത് ക്ലേഡ് 2 വൈറസാണ്. അതിനാൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതേസമയം സംസ്ഥാനങ്ങളോട് പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഏതെങ്കിലും രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണുന്നവരെ ക്വാറന്റൈൻ അടക്കമുള്ളവ അവരെ അതിന് വിധേയമാക്കണം എന്നുള്ള കാര്യമാണ് ആരോഗ്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, ഈ എംപോക്സ് വൈറസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങളിൽ ഒരു തരത്തിലുള്ള ജാഗ്രത കുറവ് ഉണ്ടാകരുതെന്ന് ആരോഗ്യ മന്ത്രാലയം കൃത്യമായി തന്നെ നിർദ്ദേശിക്കുന്നു. അതേസമയം 2022 ജൂലൈ മുതൽ ഏതാണ്ട് 30ഓളം ആൾക്കാർക്ക് സമാനമായ രീതിയിൽ എംപോക്സ് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും അതിനാൽ തന്നെ മറ്റ് ഭയപ്പെടേണ്ട യാതൊരുവിധ സാഹചര്യങ്ങളും ഇല്ല എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. എനിക്ക് രാജ്യത്തെ ആദ്യ എംപോക്സ് കേസ് ഡൽഹിയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. വിദേശത്ത് നിന്ന് രാജ്യത്തേക്ക് എത്തിയ യുവാവിനാണ് രോഗം സ്ഥിരീകരിച്ചത്. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ.